ടാങ്കിൽ നിന്നും ഇറങ്ങുന്ന ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈനിലുള്ള വെള്ളത്തിന്റെ ഫ്ലോ കുറയുമോ അല്ലെങ്കിൽ പ്രഷർ കുറയുമോ എന്ന് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. പുതിയൊരു ഫിൽട്ടർ യൂണിറ്റ് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിൽ വലിയ രീതിക്ക് പ്രഷർ കുറയില്ല. പക്ഷേ ഇത് ബാക്ക് വാഷ് ഒക്കെ ചെയ്യാതെ ആവുമ്പോൾ ഭാവിയിൽ പ്രഷർ ഡ്രോപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് വെക്കുന്നത് ഫിൽട്ടർ യൂണിറ്റ് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ അയണും ടർബിഡിറ്റിയും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് പമ്പിംഗ് ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വേറെ സെഡിമെന്റേഷൻ ടാങ്കും ക്ലോറിൻ ഡോസിങ് അതുപോലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ ഫിൽട്ടർ യൂണിറ്റിന്റെ കോസ്റ്റ് വളരെയധികം കൂടും. അത് അഫോർഡബിൾ അല്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഫിൽട്ടർ ചെയ്ത് വെള്ളം കിട്ടണമെങ്കിൽ പിന്നെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് വെക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണുള്ളത്. അതുകൊണ്ടാണ് ഗ്രാവിറ്റി ലൈനിലേക്ക് ഫിൽട്ടർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഗ്രാവിറ്റി ലൈനിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നോർമൽ സിസ്റ്റവും അതേപോലെ തന്നെ ഹൈ ഫ്ലോ സിസ്റ്റവും അവൈലബിൾ ആണ്.